സമൂഹമാധ്യമത്തിൽ ഇപ്പോൾ വൈറലാകുന്ന തമിഴ് ചാനലിലെ ഒരു അഭിമുഖത്തിന്റെ ഭാഗമുണ്ട്. അതിൽ തന്റെ മുന്നിലിരിക്കുന്ന അതിഥിയെ അവതാരകൻ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ടെസ്ലയുടെ വൈസ് പ്രസിഡന്റാണ് ഇദ്ദേഹം. പക്ഷേ ഓട്ടോറിക്ഷയിൽ നമ്മുടെ സ്റ്റുഡിയോയിലെത്തിയ അദ്ദേഹം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയായിരുന്നു. പിന്നാലെ അതിഥിയോട് അവതാരകൻ ചോദിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു ഓട്ടോറിക്ഷയിലെ യാത്ര എന്നാണ്. അതിന് അദ്ദേഹം നൽകിയത് താൻ ടെസ്ലയുടെ ഓട്ടോ പൈലറ്റ് അല്ലേ എന്ന നർമ്മത്തിൽ പൊതിഞ്ഞ മറുപടിയായിരുന്നു. സാക്ഷാൽ ഇലോൺ മസ്കിനെ കൊണ്ടുപോലും കൈയടിപ്പിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ടെസ്ലയുടെ വൈസ് പ്രസിഡന്റും AI-യുടെ തലവനുമായ ഇന്ത്യൻ വംശജൻ അശോക് എലുസാമിയായിരുന്നു ആ അഭിമുഖത്തിൽ അതിഥിയായി എത്തിയത്. ഇത്രയും ഉന്നത പദവിയിലിരിക്കുമ്പോഴും തന്റെ പിൻകാലങ്ങൾ മറയ്ക്കാതെ വളരെ ലളിതവും സാരവുമായി സംസാരിക്കുന്ന വ്യക്തിയെയാണ് അഭിമുഖത്തിൽ ഉടനീളം നമുക്ക് കാണാനാവുക. അഭിമുഖത്തിന്റെ ചെറിയ ഭാഗം വൈറലായതോടെ അതാണ് അശോക് എലുസാമി എന്ന അന്വേഷണവും സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ നിറയുകയാണ്. ടെസ്ലയുടെ AI-യുടെ തല അശോക് എലുസാമി ഇങ്ങനെയൊക്കെയാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ താമസിക്കുന്ന അശോക് എലുസാമിയുടെ വേരുകൾ ഇന്ത്യയിലാണ്. കൃത്യമായി പറഞ്ഞാൽ തമിഴ്നാട്ടിൽ. ചെന്നൈയിലെ വെളാച്ചേരിയിലാണ് അശോകിന്റെ ജനനം. കെമിക്കൽ പ്ലാന്റിലെ ജീവനക്കാരനായിരുന്നു അച്ഛൻ. അതിനാൽ തന്നെ അശോകിന്റെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ തന്നെ സർക്കാർ വിദ്യാലയങ്ങളിലായിരുന്നു. പഠനത്തിലെ മികവ് കൊണ്ട് മികച്ച വിദ്യാലയങ്ങളിൽ അദ്ദേഹത്തിന് എളുപ്പത്തിൽ പ്രവേശനം കിട്ടി. ഗിണ്ടിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അശോക് എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കി. തുടർന്ന് അമേരിക്കയിലെ കാർനെഗി മെലോൺ സർവകലാശാലയിലെത്തി. റോബോട്ടിക് സിസ്റ്റംസ് ഡെവലപ്മെന്റിൽ മാസ്റ്റർ ഓഫ് സയൻസ് നേടാനാണ് US-ലെത്തിയത്. ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ശേഷം അശോക് ആദ്യം ജോലിയിൽ കയറുന്നത് ഫോക്സ്വാഗൺ ഇലക്ട്രോണിക് ഗവേഷണ വിഭാഗത്തിലായിരുന്നു. തുടർന്ന് വാർഗോ എന്ന പ്രമുഖ ഓട്ടോമോട്ടീവ് ഗവേഷണ സംഘത്തിനൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നാലെയാണ് ടെസ്ലയുടെ ഭാഗമാകുന്നത്.